أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم من يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ, ഭയഭക്തിയോടെ, സൂക്ഷ്മതയോടെ, ധർമ്മനിഷ്ഠയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പുതിയ ഹിജറ വർഷത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ പവിത്രമാക്കി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് 4 മാസങ്ങളാണെന്നും ആ 4 മാസങ്ങളിൽ ഉൾപ്പെടുന്നത് ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് മുഹറം ഉൾപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചില ചരിത്ര സംഭവങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായിരിക്കുന്ന മുഹറം എന്നാണ്. പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നു അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. മുസ്ലിം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനമാണ്. റമളാനിലെ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാകുന്നു എന്ന് ആ ഹദീസിൽ തുടർന്നും നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഈ റമളാനിൽ മുഹറം മാസത്തിലെ ആഷൂറ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വസിയാമു യൗമി ആഷൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതൽ ലതി ഖബലഹു. ചില ഹദീസുകളിൽ യുകഫിറു സനതൽ മാളിയ എന്ന് കാണാൻ സാധിക്കും. 2-3 തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. ആഷൂറ ദിവസത്തെ മുഹറം 10 നോമ്പിന്റെ ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ്. നേരത്തെ അറഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറഫാ ദിനത്തിലെ നോമ്പിന്റെ സവിശേഷത നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി റമളാൻ നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായി തന്നെ മുഹറത്തിൽ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നും എന്നാൽ റമളാനിലെ നോമ്പ് ഹിജറ 2-ാം വർഷം നിർബന്ധമാക്കിയതോടുകൂടി ഫലമ്മ ഇഫ്തറല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ആശൂറ യൗമൻ ഫി അയ്യാമില്ലാ ഫമൻ ശാഅ സ്വാമഹു വമൻ ശാഅ തറഖഹു. മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന ഹദീസാൻ ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശൂറ ദിവസം അവിടെ അള്ളാഹുവിന്റെ ദിവസം എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ ആരെങ്കിലും നോമ്പ് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ നോമ്പ് നിൽക്കട്ടെ, ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല എന്നർത്ഥം, സുന്നത്തായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഖുറൈശികൾ നേരത്തെ തന്നെ ആഷൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
മാത്രമല്ല മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദികളും ഈ ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിലേക്ക് കടന്നു ചെന്ന സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നു, ഖാല ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദികൾ ആശൂറ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് കാണാൻ സാധിച്ചു. ഫഖാല മാ ഹാദാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഇന്ന് നോമ്പനുഷ്ഠിക്കാനുള്ള പ്രത്യേകമായ കാരണം എന്താകുന്നു? ഖാലു ഹാദാ യൗമുൻ സ്വാലിഹ്. അവർ അതിന് മറുപടി പറഞ്ഞു, ഇത് നല്ല ദിവസമാണ് എന്നാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം. ഈ ദിവസത്തിലാണ് ബനു ഇസ്രായേല്യരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്ന ദിവസമാകുന്നു. ഫസ്വാമഹു മൂസ, അന്ന് മൂസ അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിരുന്നു. ഖാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഅന അഹഖു ബി മൂസാ മിൻകും ഫസാമഹു വഅമറ ബിസിയാമിഹി. അദ്ദേഹം അൽ ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്. അവിടെയും സൂചിപ്പിക്കുന്ന എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമുമായിട്ട് നിങ്ങളെക്കാൾ ഏറെ ബന്ധപ്പെട്ടവൻ, അദ്ദേഹത്തോട് ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനാണ്. കാരണം യഹൂദികൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാകുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മൂസാ നബിയുടെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളുമായി ഏറ്റവും ബന്ധമുള്ളത് എനിക്കാകുന്നു. അതുകൊണ്ട് അവിടെ പ്രവാചകൻ നോമ്പ് നോൽക്കുകയും നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആശൂറ ദിനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമായി ഹദീസുകളിൽ നമുക്ക് വന്നിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ വിജയം കുറിക്കുന്ന സുദിനമാകുന്നു എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സൂറത്തുൽ ഖസസിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, നത്ലു അലൈക മിൻ നബഇ മൂസാ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മൂസാ നബിയുടെയും ഫിർഔന്റെയും വൃത്താന്തം, അവരുടെ വർത്തമാനം അതിന്റെ യഥാർത്ഥമനുസരിച്ചുകൊണ്ട് നാം നിനക്ക് ഓതിത്തരുന്നു, നാം നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും ഫയസ്തഹയി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. നോക്കൂ, നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്ന ഈജിപ്തിലെ ഫറോവ ചക്രവർത്തി, ആ ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം വളരെയധികം അഹംഭാവം കാണിക്കുകയും അദ്ദേഹം ഔന്നത്യം കാണിക്കുകയും എന്നിട്ട് ജനങ്ങൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പല ഭരണാധികാരികളും ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ്. ജനങ്ങൾക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തന്ത്രം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിയത് നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യർക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും അവിടെ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് സമൂഹങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ബനു ഇസ്രായേലരും അന്ന് കോപ്റ്റിക് വർഗത്തിൽപ്പെട്ടിരുന്ന ഭരണാധികാരികളായിരുന്ന ഫിർഔന്റെ ജനതയും തമ്മിൽ വിഭാഗീയമായ ചിന്താഗതികൾ ശക്തിപ്പെടുത്തിയെടുക്കുവാനും വളർത്തിയെടുക്കുവാനും ഫിർഔൻ നടത്തിയിരിക്കുന്ന കുതന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. അങ്ങനെയുള്ള ധ്രുവീകരണം ഉണ്ടാക്കി ദുർബലരാക്കി, ഒരു വിഭാഗത്തെ ദുർബലരാക്കി മാറ്റാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് യുദബ്ബിഹു അബ്നാഅഹും, അവരിലെ പുരുഷന്മാരെ മുഴുവനും കൊന്നുകളഞ്ഞു. ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ജീവനോട് കൊന്നുകളയുക എന്നുള്ളതായിരുന്നു അവർ സ്വീകരിച്ചിരുന്ന സമീപനം. എന്നിട്ട് വയസ്തഹീ നിസാഅഹും, സ്ത്രീകൾക്ക് ജീവിക്കാൻ അവസരം കൊടുത്തു. പുരുഷന്മാരില്ലാത്ത സ്ത്രീകൾ മാത്രമുള്ള ഒരു സമൂഹത്തിലുണ്ടായിത്തീർന്നാൽ അതിന്റെ പേരിൽ പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അപ്പോൾ ബനു ഇസ്രായേലരായി ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊലപ്പെടുത്തുകയും പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന കിരാതമായ, ക്രൂരമായ, തന്ത്രപരമായ സമീപനമായിരുന്നു ഫിർഔൻ സ്വീകരിച്ചിരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്.
നമുക്കറിയാം, വളരെ വിശാലമായ ചരിത്രമാണ്. എന്നാൽ മൂസാ നബി ജനിക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ഈ തന്ത്രത്തിൽ നിന്ന് മൂസാ നബി ജനിച്ചു വളർന്നു വന്നത് ഫിറഔന്റെ രാജകൊട്ടാരത്തിൽ തന്നെ വളർന്നു വരാൻ അള്ളാഹു അവസരമൊരുക്കിയ ആ സംഭവവും ചരിത്രവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു അവന്റെ തന്ത്രം അവ ഏത് രൂപത്തിൽ നടപ്പാക്കുന്നു എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, അല്ലെങ്കിൽ പലരും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന മാതിരിയല്ല, അവരുദ്ദേശിക്കുന്ന തരത്തിലായിക്കൊള്ളണം എല്ലാ കാര്യങ്ങളുടെ അനന്തരഫലം എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവിടെ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവർ യഥാർത്ഥത്തിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഫിർഔൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. നാശകാരികളായിരുന്നു, ഫസാദ് ഉണ്ടാക്കുന്നവരായിരുന്നു. അപ്പൊ ഇങ്ങനെ നാട്ടിലുടനീളം ഫസാദ് ഉണ്ടാക്കാൻ, വിഭാഗീയതകൾ ഉണ്ടാക്കാൻ, വർഗീയതകൾ ഉണ്ടാക്കാൻ, വംശീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എക്കാലത്തും ഇന്നും നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ആ നിലക്കുള്ള ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് യഥാർത്ഥത്തിൽ ഫിർഔനിലൂടെ നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് കൂട്ടായുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ഹാമാനെക്കുറിച്ചും അദ്ദേഹത്തിന് സാമ്പത്തികമായ പിന്തുണ നൽകിയിരുന്ന ഖാറൂനെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഫിർഔനും ഹാമാനും ഖാറൂനും ആ മൂന്നാളുകൾ ചേർന്ന കൂട്ടുകെട്ടിലൂടെയാണ് ഈ അതിക്രമപരമായ പ്രവർത്തനങ്ങളും ക്രൂരമായ സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ബനൂ ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുവാനും അവരെ ദുർബലരാക്കുവാനും നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും പരിപാടികളുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദ്ഇഫൂ ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, ദുർബലരായ ജനവിഭാഗങ്ങൾ, അവരോട് ഔദാര്യം കാണിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഫിർഔനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും മൂസാ നബി അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ആ സുദിനമാണ് യഥാർത്ഥത്തിൽ ആഷൂറായിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുൽ വാരിസീൻ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവരെ നേതാക്കന്മാരാക്കുവാനും അവരെ പിന്നീട് നാടിന്റെ അനന്തരാവകാശികളാക്കുവാനുമാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത, ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത, സ്വേച്ഛാധിപതിയായിരുന്ന, സമ്പത്തും അധികാരവും ഉണ്ടായിരുന്ന ഖാറൂൻ, ഹാമാൻ, ഫിർഔൻ കൂട്ടുകെട്ടിനെ അള്ളാഹു നശിപ്പിക്കുകയും അതിലൂടെ മറ്റുള്ളവർക്ക് അള്ളാഹു സ്വാധീനം നൽകുകയും ചെയ്ത കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി നമുക്കിവിടെ പഠിക്കുവാനുള്ളത്, ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം, ഇങ്ങനെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകാൻ, മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകുവാനും അതുപോലെ തന്നെ സ്വച്ഛാധിപതികളായ ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുവാനും നമ്മൾ എന്തു വേണം എന്നാലോചിക്കുമ്പോൾ അതിന് നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. ഈ ചരിത്രം നമുക്ക് പഠിക്കാനുള്ള പാഠവും അതാണ്. അതും നമുക്ക് വിശുദ്ധ ഖുർആൻ വിവരിച്ചിരുന്നു. സൂറത്ത് യൂനുസ് 84-ാമത്തെ വചനം മുതൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവിടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് വഖാല മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. 3 കാര്യങ്ങളാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. എന്താ പറഞ്ഞത്? ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മൂസാ നബി അവരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവനിൽ തവക്കുലാക്കാൻ തയ്യാറാകണം. അവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ, അവനിൽ തവക്കുലാക്കാൻ, എല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അവന്റെ വിശ്വാസം ദൃഢപ്പെടുത്തുവാനും ആ വിശ്വാസത്തിലൂടെ കാര്യങ്ങൾ അവനെ ഭരമേൽപ്പിക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈമാനും തവക്കുലുമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമുക്ക് എവിടെയോ തകരാറുകൾ സംഭവിക്കുന്നു എങ്കിൽ, മുസ്ലിം സമൂഹം എവിടെയെങ്കിലും ദുർബലരായി പോകുന്നു എങ്കിൽ, നമ്മൾ മറ്റുള്ളവരിലൂടെ അടിച്ചമർത്തപ്പെടുകയും അതുപോലെ തന്നെ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊക്കെ അവസ്ഥയുണ്ടാകും, ബലാ ഉണ്ടാകും എന്നുള്ളത്, പരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ പരീക്ഷണം പല കാലഘട്ടങ്ങളിലും പല സമൂഹങ്ങളിലും പല സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ പതരാതെ നിലകൊള്ളണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഗുണവിശേഷമാണ്, അതിനാവശ്യമായ ക്വാളിറ്റീസാണ് ഇവിടെ മൂസാ അലൈഹി സ്വലാം തന്റെ ജനതയെ പഠിപ്പിച്ചു കൊടുത്തത്. അത് മറ്റൊന്നുമായിരുന്നില്ല, വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തോട് ചേർന്ന് വരേണ്ടതാണ്, അതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് തവക്കുൽ. ആ തവക്കുൽ ഉണ്ടാകണം എന്നാണ് അവരെ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അപ്പോൾ സമർപ്പണം ഉണ്ടാകണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചുവല്ലോ, അസ്ലിം ഖാല അസ്ലംതു, നീ അള്ളാഹുവിന് സമർപ്പിക്കുക, ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന ആ സമർപ്പണമാണ്. അപ്പോൾ ഈമാൻ, തവക്കുൽ, സമർപ്പണം തുടങ്ങിയ കാര്യങ്ങൾ
പിന്നെ അതോടൊപ്പം നമുക്കുണ്ടാവേണ്ട കാര്യമാണ് പ്രാർത്ഥന. അതും തുടർന്നുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫഖാലു അലല്ലാഹി തവക്കൽനാ. അവരാ സന്ദർഭത്തിൽ ആ ജനത പറഞ്ഞു, ഞങ്ങൾ ഇത് അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു, ഞങ്ങളെല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദൃഢമായ വിശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. റബ്ബനാ വലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഒരിക്കലും ആ ആളുകൾക്കിടയിൽ മർദ്ദിതരായി കഴിഞ്ഞുകൂടേണ്ടി വരുന്ന, അവർക്ക് അക്രമം കാണിക്കാൻ കാരണക്കാരായിത്തീരുന്ന, അതിന് ഉണ്ടാകുന്ന കുഴപ്പത്തിന്റെ ഇടങ്ങളാക്കി, ഫസാദിന്റെ കേന്ദ്രങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റരുതേ നാഥ എന്ന് വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. സത്യനിഷേധികളായ ജനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണമേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിക്കുക. ഫിർഔനും ഹാമാനും കാറൂനും ഒക്കെ ലോകത്തെല്ലാ ഭാഗത്തും എന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുവാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ഈമാനിനെ ശക്തിപ്പെടുത്തിയെടുക്കുക, ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവക്കുൽ, എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കാനുള്ള മനോഭാവത്തെ വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധരാവുക. അതോട് ചേർന്നുകൊണ്ട് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ 4 കാര്യങ്ങളാണ് വളരെ കൃത്യമായി നമുക്ക് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിയുടെ ആ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അവിടെ അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, ഉജീബ ദഅവതുകുമാ, മൂസാ നബിയുടെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവിടെ തുടർന്നുകൊണ്ട് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഫിർഔന്റെ ധിക്കാരപരമായ സമീപനത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് സുപരിതമായി പരിചയപ്പെടുന്ന സൂറയിലൂടെ, ചെറിയ സൂറയിലൂടെ. ഫിർഔന ദിൽ ഔതാദ്, ഫിർഔൻ ആണികളുടെ ആൾക്കാരായിരുന്നു എന്നാണ്. ദിൽ ഔതാദ് എന്നതിന് നൽകപ്പെട്ടിരിക്കുന്ന വിശദീകരണം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഒന്ന്, ആ ആണികൾ എന്നത് അധികാരത്തിന്റെ ചെങ്കോലിനെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നതാണ്. രണ്ടാമത്തത്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മർദ്ദനോപാധികളെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നാണ്. അപ്പൊ അധികാരമായിരുന്നാലും മർദ്ദനോപാധികളായിരുന്നാലും അത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന കാര്യം കൂടിയാണ്. അപ്പൊ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദനമാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചില വിഭാഗം ആളുകളെ അടിച്ചമർത്താനും അവരെ ദുർബലരാക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ശ്രമങ്ങൾ, അങ്ങനെ ആ ശ്രമങ്ങൾ നടത്തിയിരുന്ന ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, അല്ലദീ തഔ ഫിൽ ബിലാദ്, അവർ യഥാർത്ഥത്തിൽ എന്തായി, ആ നാട്ടിൽ അതിക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അല്ലദീന തഔ ഫിൽ ബിലാദ്, അവർ നാട്ടിൽ അതിക്രമം പ്രവർത്തിച്ചു. വഅക്സറൂ ഫീഹൽ ഫസാദ്, മാത്രമല്ല കുഴപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അക്രമങ്ങളും അതിക്രമങ്ങളും തോന്നിവാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും നിരന്തരമായ കുഴപ്പങ്ങളും ജനങ്ങൾക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കുവാനും ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അവർ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഫസബ്ബ അലൈഹിം റബ്ബുക ശൗത അദാബ്, അള്ളാഹു പറഞ്ഞു, അള്ളാഹു അവന്റെ യഥാർത്ഥത്തിൽ ശിക്ഷയാകുന്ന ചമ്മട്ടി കൊണ്ട് അവരിലേക്ക് ചൊരിയുകയുണ്ടായി, അത് വർഷിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ശിക്ഷ വർഷിച്ചു എന്നുള്ളതാണ് അള്ളാഹു തുടർന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവുകയും ഫിർഔനും കൂട്ടരും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ നശിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാവുന്നതാണ്. വീണ്ടും മൂസാ നബി പറയുന്നു, നോക്കൂ, നമ്മൾ എന്ത് വേണം? ഖാല മൂസാ ലി ഖൗമിഹി, മൂസാ അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. നോക്കൂ, നമ്മൾ ഇത്തരം എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട പദമാണ് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. വസ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. നോക്കുക, എത്ര വലിയ പാഠമാണ് അള്ളാഹു നമുക്ക് ഈ സംഭവത്തിലൂടെ നൽകുന്നത്. മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളും ഭരണവും അധികാരവും അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് അന്നുണ്ടായിരുന്ന അധികാരവും അധികാരികൾക്ക് പിന്തുണ നൽകുന്ന മന്ത്രിമാരും അതിന്റെ ആളുകളും അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായ പിന്തുണ നൽകുന്ന വലിയ സമ്പന്നന്മാരും അവരെല്ലാം കൂട്ടായി നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം ഇസ്തഈനൂ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. സ്ബിറൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാ മിൻ ഇബാദിഹി, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭൂമിയെ അവകാശപ്പെടുത്തി കൊടുക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ശുഭപര്യവസാനമുള്ളത്. അതുകൊണ്ട് ഭൗതികമായി താൽക്കാലികം അത്തരം അധികാരികൾക്കും ഭരണാധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ടാകുന്ന താൽക്കാലികമായ വിജയം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിൽ അത് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ അവൻ കഴിവുള്ളവനാണ്. അതാണ് മൂസാ നബിയുടെയും ഈ ഫിർഔന്റെയും ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്ന പാഠം എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ,
ഈ ചരിത്രത്തിൽ നമുക്കിങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈമാനും തവക്കുലും പ്രാർത്ഥനയും ഒക്കെയായി മുന്നോട്ട് പോവുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. മൂസാ നബിയും അദ്ദേഹത്തോടൊപ്പമുള്ള ജനതയും നാട് വിട്ടു പോവുകയാണ്. ഒരു രക്ഷയുമില്ല തന്റെ നാട്ടിൽ ജീവിക്കുവാൻ. ആ സന്ദർഭത്തിലാണ് തന്റെ മുമ്പിൽ കടലാണ്, ശത്രു സൈന്യമാണ്. എന്താണ് രക്ഷാമാർഗമുള്ളത്? ഒന്നുകിൽ കടലിൽ ചാരി മരിക്കണം, അല്ലെങ്കിൽ ശത്രുവിന് പിടികൊടുക്കണം. ഇതല്ലാതെ മറ്റ് യാതൊരു രക്ഷാമാർഗവും നേർക്കുനേരെ നോക്കിയാൽ മുമ്പിലുണ്ടായിരുന്നില്ല. ആ സന്ദർഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലമ്മാ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റഖൂൻ. ആ മൂസാ നബിയുടെ ജനത പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, രക്ഷയില്ല. മുമ്പോട്ട് പോയാൽ കടൽ, പിന്നിൽ ശത്രുക്കൾ, എന്ത് ചെയ്യാൻ പറ്റും? ആ സന്ദർഭത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് അവർ തീരുമാനിക്കുമ്പോൾ അവിടെ മൂസാ നബിയുടെ മറുപടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. കല്ല, ഒരിക്കലുമില്ല, ഒരിക്കലും പിടിക്കപ്പെടില്ല. എന്നിട്ട് അവിടെ പഠിപ്പിച്ചു, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഈ ദൃഢമായ വിശ്വാസമാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്, പ്രവാചകന്റെ ഹിജറയുടെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഇന്നല്ലാഹ മഅന, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നുള്ള ആ ദൃഢമായ ബോധ്യമാണ്. അതുകൊണ്ട് മൂസാ നബിയുടെ ചരിത്രവും നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമുക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നിരാശരായി പോവുകയും അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ധാരണ നമ്മൾ മറന്നുപോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു ബോധം, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ആ വഴിയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തോട് വഴിയിൽ ആ സമുദ്രത്തിൽ അടിക്കാൻ വേണ്ടി പറയുകയും സമുദ്രം രണ്ട് പാളിയായി മാറി നിൽക്കുകയും ആ സമുദ്രത്തിലൂടെ മൂസാ നബിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളും കൂട്ടുകാരും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. തുടർന്നുകൊണ്ട് ഫിർഔൻ കടന്നു വരുന്നു. ആ ഫിർഔനും കൂട്ടരും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്യുന്നു. വഅൻജൈനാ മൂസാ വമമ്മാഹു അജ്മഈൻ സുമ്മ അഗ്റഖനൽ ആഖിരീൻ ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. നോക്കൂ, നമ്മൾ ആ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. മൂസാ നബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഫിർഔനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും ആ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. അത് പിന്നീട് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. പക്ഷേ അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നവരായില്ല. ഇതാണ് പ്രശ്നം. അധികം ആളുകളും വിശ്വാസികളായില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ചരിത്രത്തിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാറൂന വഫിർഔന വഹാമാന വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാതി ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കുവോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. ആ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഖാറൂനും ഫിർഔനും ഹാമാൻ, ഭരണാധികാരിയും അദ്ദേഹത്തിന് പിന്തുണ നൽകിയ മന്ത്രിയും എല്ലാവിധ സാമ്പത്തിക പിന്തുണ നൽകിയിരുന്ന വ്യക്തിയും. അത് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്, മൂസ അലൈഹിസ്സലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരിലേക്ക് കടന്നു വന്നു. പക്ഷേ ഫസ്തക്ബറു, അവർ അഹങ്കാരം കാണിക്കുകയാണ്, അവർ ധിക്കാരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ, പക്ഷേ അവർക്ക് മുൻകടക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന് മുൻകടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ഏത് സന്ദർഭത്തിലും നമുക്കുണ്ടാവേണ്ടത്. ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠവും അതായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ഈ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി തെറ്റിദ്ധാരണകളോ ചില അനാചാരങ്ങളോ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു പവിത്രമായ മാസങ്ങളുടെ കൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന ആ 4 മാസങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്ന മുഹറം മാസം, അതിന് ദുശ്ശകുനം കണക്കാക്കുന്ന, അത് അശുഭദിനങ്ങളായി കണക്കാക്കുകയും നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല നല്ല കാര്യങ്ങളും മുഹറം 10 കഴിയാനും മുഹറം കഴിയാനും ഒക്കെ മാറ്റിവെക്കുകയും ചെയ്യുന്ന സ്വഭാവം മുസ്ലിം സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. നഹസ് കണക്കാക്കുന്ന ഒരു സ്വഭാവം, അത്തരത്തിലുള്ള ഒരു നഹസ് എവിടെയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളായി, ഏറ്റവും ശ്രേഷ്ഠകരമായ പവിത്രമായ മാസമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു മാസം എങ്ങനെയാണ് നമുക്ക് അശുഭമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നഹസ് കണക്കാക്കുന്ന ഒരു സ്വഭാവം,
അതുപോലെ തന്നെ ഈ മുഹറത്തിന്റെ ഹിലാൽ അത് മറഞ്ഞു കാണാൻ പാടില്ല എന്നൊക്കെയുള്ള ചില വിശ്വാസികൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഈ സംഭവവുമായി മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തും ഉത്തരേന്ത്യയിലും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ കർബലയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കാര്യമാണ് എന്നത് വ്യക്തമാണ്. കാരണം കർബല എന്നുള്ള സംഭവം മുസ്ലിം ചരിത്രത്തിലെ ദുഃഖകരമായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രവാചകന്റെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ക്രൂരമായി വധിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിലെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. പക്ഷേ അത് ഒരു മുഹറം 10 എന്നുള്ളതുമായി ഈ മുഹറം 10 ആചരിക്കുന്നതിനോ അവിടെ പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനോ യാതൊരു തെളിവും നമുക്കില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നതിനെ പ്രവാചകന്റെ കാലശേഷം. അപ്പൊ ഉറപ്പാണല്ലോ പ്രവാചകൻ അത് പഠിപ്പിക്കില്ല. ഇപ്പൊ മുഹറത്തിലെ നോമ്പും മുഹറത്തിന്റെ സവിശേഷതയായി അതിനൊരു ബന്ധവുമില്ലാന്ന് ഉറപ്പാണ്. ഒരു ദിവസം പല സംഭവങ്ങളും ലോകത്തുണ്ടാകാം. ലോക ചരിത്രത്തിൽ പല സംഭവങ്ങളും പല തീയതിയും ഉണ്ടാകാം. ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി എന്നതുകൊണ്ട് അത് മാത്രമല്ലല്ലോ, മറ്റൊരുപാട് സംഭവം ആഗസ്റ്റ് 15 പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് 15 വേറെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ മുഹറം 10 നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂസാ നബിയുടെ വിജയമാണ്, ഫിർഔന്റെ പരാജയമാണ്. ആ സംഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അതിനുശേഷം പല സംഭവങ്ങളും മുഹറം 10 ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ കർബലയുടെ സംഭവം ഉണ്ടാകാം. പക്ഷേ അത് ആചരിക്കാൻ പ്രത്യേകമായ യാതൊരു തെളിവുമില്ല. മാത്രമല്ല, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി സ്വഹാബവര്യന്മാർ, പ്രഗത്ഭരായിരിക്കുന്ന സഹാബവര്യന്മാർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന പച്ചയായ കരൾ പോലും ചവച്ചു തുപ്പപ്പെട്ട അവസ്ഥ വരെ നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുണ്ടായ ദുരന്തപൂർണമായ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കുകയോ പ്രത്യേകമായ ആചാരം പഠിപ്പിക്കുകയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ മാത്രമല്ല, ഷിയാ വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില വാക്കുകളൊക്കെ യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് അലിയും ഫാത്തിമയും ഹസനും ഹുസൈനും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥ വിശേഷം വരെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും സൂചിപ്പിക്കുവാനുള്ളത്, അത്തരം അന്ധവിശ്വാസങ്ങളോ തെറ്റായ വിശ്വാസങ്ങളോ ഇല്ലാതെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു, ഖുർആൻ നമുക്ക് എന്ത് പരിചയപ്പെടുത്തി തരുന്നു, അതിൽ നിന്ന് ദിവസങ്ങളായിരുന്നാലും മാസങ്ങളായിരുന്നാലും സമയമായിരുന്നാലും സന്ദർഭമായിരുന്നാലും സ്ഥലങ്ങളായിരുന്നാലും അതിനതിന്റേതായ പവിത്രത കൽപ്പിക്കുകയും അത് അതിന്റേതായ രൂപത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. എല്ലാ മാസവും 1ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ എടുക്കാറുള്ള കളക്ഷൻ നമ്മുടെ പള്ളിയുടെ കീഴിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭമായ ഫാസ് അക്കാദമിക്ക് വേണ്ടിയാണ്. ഭൗതിക പഠനത്തോടൊപ്പം മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ കൂടി അവസരം നൽകിക്കൊണ്ട് പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചരിത്രം എഴുതി ചേർക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അവർക്ക് അള്ളാഹു രോഗം ഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന മർദ്ദിതരായ ജനവിഭാഗങ്ങൾ, അവർക്ക് ഈ വിമോചനം പോലെ തന്നെ അള്ളാഹു മോചനം നൽകുകയും അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് വിജയത്തിന്റെ മാർഗം അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ നമ്മുടെ രാജ്യത്തും സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുവാൻ, യുദ്ധത്തിന്റെ ഭീതി നീങ്ങിക്കിട്ടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.